യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ക്രിസ്മസ് ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഇരുന്നു? നിങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു? ഞാൻ ഇന്നപ്പോൾ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വെച്ചാൽ രാവിലെ എടുക്കാം, ഉച്ചയ്ക്കും എടുക്കാം, വൈകുന്നേരത്തേക്കും ആവും കേട്ടോ. ചില സമയത്ത് രാവിലെ വെക്കുന്നതിന് ഞാൻ രാത്രി എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സ്റ്റൂ വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ക്രിസ്മസ് അല്ലേ, അപ്പോൾ സ്റ്റൂ അപ്പം അടിപൊളിയായിരിക്കും. പക്ഷേ ഞാൻ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാം. ദോശയ്ക്ക് കറിയല്ലേ നല്ലത്. നിങ്ങളൊക്കെ എന്താണ് ആക്കിയത്? നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? അടിപൊളിയായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ. ഇപ്രാവശ്യം എനിക്ക് അത്ര രീതിയിൽ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാസമാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ ഇടയ്ക്ക് കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ മോനു ഗേറ്റ് അടച്ചായിരുന്നേ. അപ്പോഴത്തേക്കും അവൻ്റെ കൈ ഇടയിലായി. അവൻ എന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അടച്ചതാണ് കേട്ടോ. പിന്നെ അവൻ്റെ കൂടെ ആയിരുന്നേ. കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആകുമ്പം ഭയങ്കര വേദനയും കരച്ചിലും ഒക്കെ അല്ലേ. പിന്നെ ഞാൻ കുറേ നേരം അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് എനിക്കും സങ്കടം വന്നു. അങ്ങനെ പിന്നെ ആ ദിവസം ഒരു വല്ലാത്ത ഒരു മൂഡിലായിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഗ്യാസൊക്കെ അണച്ച് വെച്ചു. കുറച്ച് നേരം ഞാൻ ഒന്നും വച്ചില്ല. കുറേ നേരം അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കേട്ടോ. നല്ല കരച്ചിലായിരുന്നേ. പിന്നെ മരുന്നെല്ലാം ഇട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ഞാൻ കുക്ക് ചെയ്യുകയാണ്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് നാടൻ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വേഗ് കൂടുതലാണ് എന്തായാലും. അപ്പോൾ കുക്കറിൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മസാലയും സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ തന്നെ ഇട്ട് ഞാൻ വരട്ടിയിട്ട് ചിക്കൻ ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വേവിക്കണം കുക്കറിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഫിസിൽ കേൾക്കാൻ വേണ്ടി അടച്ചു വെച്ചു. ഇത് പെട്ടെന്ന് ആയിക്കോളും കേട്ടോ. അപ്പോൾ രാവിലത്തെ ദോശ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇടയ്ക്ക് ചെയ്യണുണ്ട് കേട്ടോ. ദോശയും കറിയാണ് ആക്കാമെന്ന് വിചാരിക്കണത്. പിന്നീട് ഇടയ്ക്ക് ഞാൻ മോനിൻ്റെ അടുത്ത് വന്ന് നോക്കി കേട്ടോ. അപ്പം ആളുടെ മേലെല്ലാം ഒന്ന് കഴിച്ച് വേർത്ത് ഓടി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ മേലെല്ലാം കഴുകി ഞാനൊന്ന് ഇരുത്തി. മേലിടാൻ വിളിച്ച് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മുടെ നഖം കുറച്ചും കൂടി ഒന്ന് ചതഞ്ഞു പോയി കേട്ടോ ആൾക്ക്. അത് ഞാൻ ആദ്യം വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പം കഴുകിയിട്ട് ഒന്ന് തുടച്ചൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ല. എന്നാലും കുഞ്ഞല്ലേ, എനിക്കും ആകെ സങ്കടമായിപ്പോയി കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവർ കരയുമ്പോഴേ നമ്മളും ആ ഒരു ഇതിലായിപ്പോവും. വേദന എടുക്കുന്ന എന്താണെന്ന് അറിയാനും പറ്റില്ല കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്കും. അങ്ങനെ കുറച്ച് നേരം ടി വി ഇട്ട് കൊടുത്തേട്ടോ. പിന്നെ അവൻ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അവൻ്റെ ആ മൂഡൊക്കെ അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണേ. ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ബാക്കി വന്നേ കേട്ടോ. ഞാൻ പിന്നെ പാത്രം മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ അത്രയും വലിയ സ്പേസ് പോകത്തില്ലേ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മാവായതുകൊണ്ട് മാറ്റി വയ്ക്കുകയാണേ. കഴുകലാണ് മെയിൻ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ കുറച്ച് കഴുകും. പിന്നെ ഉച്ചയ്ക്ക് കഴുകും. പിന്നെ ഇടയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് അത് കഴുകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് എത്ര കഴുകിയാലും തീരത്തില്ല. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പാത്രം കഴുകാൻ ഒത്തിരി കാണും അല്ലേ. ഇടയ്ക്ക് ഞാൻ മോനിന് ഫുഡെല്ലാം കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് ആകെ അവൻ്റെ കൈ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് അവനെ കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ച്. ആൾക്ക് കിടക്കണം എന്ന് പറഞ്ഞ് മേലെല്ലാം കഴുകിയല്ലോ. അപ്പം കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ച് കിടത്തുകയാണ്. ഇതിപ്പം രാത്രിയായി കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് ആകെ ഒരു മൂഡൊക്കെ അങ്ങ് പോയി. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ നേരം അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കേട്ടോ. അങ്ങനെ അപ്പോൾ ആൾ കൈയൊക്കെ കാണിച്ചു തരാമായിരുന്നേ എനിക്ക്.
കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് യൂഷ്വലി ഉള്ള കാര്യമാണ് കേട്ടോ. കുറച്ച് നേരം കഥ പറയും, പിന്നെ പാട്ടുകളൊക്കെ പാടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് നമ്മൾ ഉറങ്ങാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ അവന് നേരത്തെ കിടക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ കിടത്തായിരുന്നേ. ഇനിയിപ്പം എനിക്ക് ജോലിയുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല, മേലൊന്നും കഴുകിയിട്ടില്ല, ആകെ ഇതിൻ്റെ ഒരിതിലായിരുന്നു കേട്ടോ. ഇനിയിപ്പം മോന് ഉറങ്ങിയിട്ട് ഞാൻ മേല് കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ, ആൾ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ ആളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആക്കി മേലൊക്കെ കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്നിട്ടാണ് മേല് കഴുകിയത്. മോനുണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആക്കി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഗ്യാസില്ലേ, അതൊക്കെ ഒന്ന് സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോകാം. എന്തായാലും മുഷിഞ്ഞു, അപ്പം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൊളാവില്ലേ. മേല് കഴുകിയിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. ക്ലീൻ എല്ലാം ആക്കിയിട്ട് മേല് കഴുകുന്നതാണ് എനിക്കിഷ്ടം. അതിനുശേഷം പിന്നെ വെള്ളത്തിലൊക്കെ പിടിക്കുന്നതിനേക്കാളും ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം, അത്ര തന്നെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെയും മുഷിയത്തില്ലേ. അങ്ങനെ ഞാൻ രാവിലത്തെ മാവ് ദോശയുടെ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പണികൾ ഒരുവിധം ഒതുക്കി കേട്ടോ. പാത്രങ്ങളെല്ലാം ഒരുവിധം കഴുകിയിട്ടുണ്ട്. അപ്പം കിച്ചണൊക്കെ ക്ലീൻ ആക്കി. എന്നാലും എനിക്കൊരു സമാധാനമാവും കേട്ടോ. ചില സമയത്ത് വയ്യാതെയൊക്കെ വരുമ്പം കുളമായിട്ടൊക്കെ കിടക്കും കേട്ടോ. അപ്പം രാവിലെ എണീക്കുമ്പോഴും ഒരു മൂഡ് ഔട്ടാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കുളമായിട്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം കിച്ചണൊന്ന്. അപ്പോഴത്തേക്കും ജോലിയൊക്കെ തീരും. എന്നിട്ടൊന്ന് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.